KL25F6992 ബജാജ് ഓട്ടോറിക്ഷയാണ്. ആരെങ്കിലും കണ്ടുകിട്ടുന്നവരുണ്ടെങ്കിൽ ചടയമംഗലം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നു. ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് സുബ്രഹ്മണ്യൻ പോറ്റി. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തേവന്നൂർ ഭാഗത്താണ്. അമ്പലമുക്ക് തേവന്നൂര് പോകുന്ന വഴിക്കാണ്. എൻ്റെ കൂടെ ഉള്ളത് സുബ്രഹ്മണ്യൻ പോറ്റി എന്ന് പറയുന്ന ചേട്ടനാണ്. അദ്ദേഹം ആയൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. പക്ഷെ ഇദ്ദേഹത്തും ഇന്നലെ രാത്രിയിൽ ആയൂരിൽ ചന്തമുക്കിൽ ഓട്ടോയുമായി കിടക്കുന്ന സമയത്ത് രണ്ട് അപരിചിതരായിട്ടുള്ള ആളുകൾ വന്ന് ഇദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷ ഓട്ടം വിളിച്ചു. ബാറിലേക്ക് പോകണമെന്നാണ് ആദ്യം അവർ പറഞ്ഞത്. പക്ഷെ ഇദ്ദേഹം ഞാൻ ബാറിലേക്ക് ഓട്ടം പോകുന്നില്ല എന്ന് പറയുകയുണ്ടായി. പക്ഷെ തുടർന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അതിന് ശേഷം ചടയമംഗലത്തേക്ക് ഓട്ടം പോകണം, അവിടെ ഒരു കോൺട്രാക്ടറുടെ വീടുണ്ട്, അവിടെ നിന്ന് പൈസ കൂടി വാങ്ങണം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഇവരെ തന്റെ ഓട്ടോറിക്ഷയിൽ കയറ്റുകയും തുടർന്ന് ഇവരെ ബാറിലേക്ക് എത്തുകയും ചെയ്തു. അതിനുശേഷം ഈ അപരിചിതരായിട്ടുള്ള രണ്ടാളുകൾ ബാറിൽ വെച്ച് മദ്യപിച്ചു. അതിനുശേഷം വീണ്ടും ഇദ്ദേഹത്തിന്റെ ഓട്ടോയിൽ കയറി ചടയമംഗലത്ത് എത്തിയപ്പോൾ കടയ്ക്കൽ വെള്ളാർവട്ട റോഡിലൂടെ പോകണമെന്ന് ഇവർ ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് കടയ്ക്കൽ വെള്ളാർവട്ട റോഡിലൂടെ ഇദ്ദേഹം അവരെ കൊണ്ടുപോയി. പക്ഷേ വയ്യാനം ഭാഗത്ത് എത്തുന്നതിന് തൊട്ട് മുൻപ് ഇരപ്പിൽ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഈ അപരിചിതരിൽ ഒരാൾ ഒരു ചുമന്ന തോർത്തുമുണ്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ കൂടി മുറുക്കി. അതിനുശേഷം ഇദ്ദേഹത്തെ ഓട്ടോറിക്ഷയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. ഇദ്ദേഹം ഒരു ചാലിലേക്ക് വീണു. അതിനുശേഷം രണ്ടുപേരിൽ ഒരാൾ ഓട്ടോറിക്ഷ ഓടിച്ച് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം അതിലെ കൂടെ വന്ന ഒരു ഓട്ടോറിക്ഷ ഇദ്ദേഹം കൈ കാണിച്ച് നിർത്തി ഈ സംഭവം പറഞ്ഞു. അപ്പൊ സംഭവം പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ എവിടെ കാറ്റാടിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ കൊണ്ടാക്കി. അപ്പൊ അവിടെ ഒരു പൊതുപ്രവർത്തകരെല്ലാം ചെറുപ്പക്കാരൊക്കെ കൂടി നിൽക്കുന്ന ആ ഒരു സ്ഥലമായിരുന്നു. അവിടുത്തെ ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള അനീഷ് എന്നോ മറ്റോ ആണ് ചേട്ടന്റെ പേര്, കൃത്യമായി ഓർമ്മയില്ല. അദ്ദേഹം ചേട്ടനെ ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടെ പരാതി കൊടുക്കുവാനൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തു. തുടർന്ന് ചടയമംഗലം പോലീസ് പെട്ടെന്ന് തന്നെ ഈ ഭാഗത്ത് വയ്യാനം, ചുണ്ട അതുപോലെയുള്ള ഭാഗങ്ങളിൽ വലിയ തരത്തിൽ രാത്രിയിൽ അന്വേഷണം നടത്തി. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ, ഓട്ടോറിക്ഷ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിന് ശ്രദ്ധിക്കുകയുമില്ല. എന്നാൽ പോലീസ് വയർലെസ് സന്ദേശങ്ങൾ ഉൾപ്പെടെ കൊല്ലം ജില്ലയിലെ അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളിലും വയർലെസ് വഴി ഇതുപോലെയുള്ളൊരു തട്ടിപ്പ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ തട്ടിക്കൊണ്ടുപോയതായിട്ടുള്ള വിവരം കൈമാറി. എന്നാൽ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. ഇതുവരെയും ഇദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണ്. മറ്റാർക്കും ശല്യമില്ലാതെ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു തട്ടിപ്പിന് ഇദ്ദേഹം വിധേയനായിരിക്കുകയാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയുടെ നമ്പർ എത്ര ചേട്ടാ? ഓട്ടോറിക്ഷയുടെ KL25F6992. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയുടെ നമ്പർ. അപ്പോ ഇത് ഏതെങ്കിലും സ്ഥലങ്ങളിൽ വെച്ച് കണ്ട് എത്തുന്ന ആളുകൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നാണ് ഇദ്ദേഹം അഭ്യർത്ഥിക്കുന്നത്. എന്താണ് ചേട്ടാ പറയാനുള്ളത്? പറയാം. എനിക്ക് അത് കണ്ടുകെട്ടി കിട്ടണം, അതാണ് പറയാനുള്ളത്. ഈ അപരിചിതരായിട്ടുള്ള ആളുകളെ ചേട്ടൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ആയൂര് വന്ന് ചേട്ടനെ അപ്പൊ പുറകിലായിട്ട് വേറെ ഓട്ടോറിക്ഷകൾ കിടപ്പുണ്ടായിരുന്നു? ഉണ്ട്, ഭരിക്കുന്നായിരുന്നു, കിടക്കുമായിരുന്നു. ചേട്ടനെ തന്നെ വിളിക്കുമായിരുന്നു? മുമ്പിൽ കിടന്നായിരുന്നു ഓട്ടോറിക്ഷ? അല്ലല്ല, ഇടയ്ക്ക് കിടന്നതാ. ചേട്ടനെ വിളിച്ചതിന് ശേഷം ബാറിൽ പോകണമെന്ന് പറഞ്ഞു. അതിനുശേഷം ബാറിൽ പോകത്തില്ല എന്ന് പറഞ്ഞപ്പോ ചടയമംഗലത്തേക്ക് പോകണം. ബാറിൽ പോയിട്ട് ചടയമംഗലത്ത് പോകണം, കൺട്രാക്ടിന്റെ പൈസ മേടിക്കണം, കൺട്രാക്ടിന്റെ പൈസ മേടിച്ച് തരാം എന്നും പറഞ്ഞാണ് എന്നെ വിളിച്ചോണ്ട് പോയത്. വെള്ളാർവട്ടം റൂട്ടിൽ ശകലം മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇടത്തോട്ട് തിരിയുമ്പം വയ്യാനത്ത് കയറുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയുടെ ഇടയ്ക്കാണ് ഈ സ്ഥലം. ആ സ്ഥലത്തിന്റെ പേര് ഇരപ്പിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇവര് ആക്രമിക്കുന്നത്, ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം തള്ളി താഴെ അങ്ങ് ചാലിലോട്ട് ഉരുട്ടിയിട്ട് അതിലെനിക്ക് കഴുത്തിന് ഒത്തിരി ഉളുക്കും എല്ലാം ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആശുപത്രിയിൽ കയറി അവിടെ കാറ്റാടിമുക്കി പോയി. അവര് കണ്ട് കാര്യം പറഞ്ഞു. അദ്ദേഹം ഇടപെട്ട് എന്നെ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ തന്നെ സ്റ്റേഷനിലാക്കി. ഈ പറയുന്ന പൊതുപ്രവർത്തകനായ സ്റ്റേഷനിലാക്കി അവിടെ കേസും ഒക്കെ റെഡിയാക്കി. പോലീസ് വിളിച്ചിട്ടുണ്ടല്ലോ? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി. ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ച് വേണ്ടുന്ന മരുന്നുകളും ചെയ്തു.
ഇനി രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. രാവിലെ അവര് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിക്കുമ്പോ ചെന്നാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടെ ചെന്ന് കാത്തിരുന്നിട്ട് കാര്യമില്ല. അതെ, അവര് കണ്ടുപിടിച്ച് തരുമ്പോഴില്ല നമ്മൾ പോയിട്ട് കാര്യമുള്ളൂ. ഇത് അറിയുന്നവര് ചിലങ്ങനെ സ്റ്റേഷനിൽ അറിയിക്കണം. സ്റ്റേഷനിലോ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണം. ചേട്ടന്റെ ഒരു ഉപജീവന മാർഗമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അല്ലേ?